സോമൻ എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കും. അവൻ കുളത്തിലുള്ള ട്രാക്ക് പോൾസ് ഒക്കെ സുരക്ഷിതമായിട്ടില്ലെന്ന് വിചാരിച്ച് അതൊക്കെ കൊണ്ടുപോയി വീട്ടിൽ ഒരു തൊട്ടി വെച്ച് അതിലിട്ട് വളർത്തി. എന്തൊരു നല്ല കാര്യവാ. പിന്നീട് അത് വളർന്നതിന് ശേഷം അതൊക്കെ കൊണ്ടുപോയി വീണ്ടും കുളത്തിൽ തന്നെ വിടും. ഇപ്പൊ നിങ്ങൾ സ്വതന്ത്രമായിട്ടിരിക്കാം കൂട്ടുകാരെ, സൂക്ഷിക്കണം. അതിന് ഒന്നും സംഭവിക്കില്ല സോമ, നീ അവരെ നന്നായിട്ട് തന്നെ വളർത്തിയത്. സോമനെ കണ്ടില്ലേ, ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സോമൻ എന്തിനാ വിഷമിച്ചോണ്ടിരിക്കുന്നത്? കാരണം അവന്റെ മൂത്ത സഹോദരന്മാർ എപ്പോഴും സമ്മാനങ്ങൾ, ട്രോഫീസ്, അവാർഡ്സ് ഇതൊക്കെ വിജയിച്ചോണ്ടിരുന്നു. എല്ലാരും ഇവിടെ നോക്കൂ, ഇപ്രാവശ്യം സ്പീച്ച് കോമ്പറ്റീഷനിൽ ഞാനാണ് ജയിച്ചത്. അതിശയമായിട്ടുണ്ട്. ഹൈ ജമ്പിൽ ഇപ്രാവശ്യം ഞാനാണ് ഫസ്റ്റ് പ്ലേസ്. വളരെ സന്തോഷമുണ്ട്. ഈ പ്രാവശ്യം പാട്ടുപോട്ടിയിൽ എനിക്കാണ് ആദ്യത്തെ സമ്മാനം. ഇത്രയും സമ്മാനങ്ങളോ? നമ്മുടെ കുട്ടികളെല്ലാം വളരെ ബുദ്ധിശാലികളാണല്ലോ. വേറെ എന്തെങ്കിലും പ്രൈസ് ഉണ്ടോ? എന്നെ ക്ഷമിക്കണം, എന്റെ അടുത്ത് ഒരു പ്രൈസും ഇല്ല. സാരമില്ല സോമ. അവൻ എപ്പോഴെങ്കിലും സമ്മാനം വാങ്ങിയിട്ടുണ്ടോ പുതിയതായിട്ട് എന്ന് പറയാൻ? നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് അഭിമാനമുണ്ട് കുട്ടികളെ. എന്റെ അമ്മേ, ഇതൊക്കെ ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. സമ്മാനം വാങ്ങിച്ചാൽ വലിയ ആൾക്കാരാണോ? എന്റെ ചേട്ടന്മാരൊക്കെ എന്റെ വയസ്സ് വരുന്ന മുമ്പ് ഇത്ര സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെയോ? ട്രോഫി റൂമിൽ എത്ര സമ്മാനങ്ങൾ ഉണ്ടെന്ന് നോക്കുന്നുണ്ടോ? റൂമോ? അതെ, ട്രോഫി റൂമാണ്. ഓ സോമ, വാതിലടക്കൂ, എന്നെ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ നീ ഒരു സമ്മാനം പോലും മേടിച്ചിട്ടില്ലേ? അതുകൊണ്ട് അമ്മ എന്നെ വഴക്ക് പറഞ്ഞത്. എനിക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്കിപ്പോ ആവശ്യം ഒരു എൻകറേജ്മെന്റ്. എന്താ വേണ്ടത്? എൻകറേജ്മെന്റ് ആവശ്യമാണെന്ന് പറഞ്ഞു. നിനക്കും കുറെ കഴിവുകളുണ്ട്. പിന്നീട് നിന്റെ ചേട്ടന്മാരെ കണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമല്ല. സത്യമാണോ സോമ? സത്യം പറയൂ. അത് വന്ന് ഒരു പ്രാവശ്യം എനിക്ക് ചെയ്യണം. അത് തെറ്റല്ലല്ലോ. ഇത് നിസ്സാരമായ കാര്യമാണ് സോമ. എല്ലാവരും ഒരു പ്രാവശ്യം വലിയ ആൾക്കാരാവുന്ന ആഗ്രഹിക്കും. നീ ശരിയായിട്ടാണ് പറഞ്ഞത്. അതെ, അങ്ങനെ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ നിന്റെ സഹോദരന്മാര് ചെയ്യാത്ത ഒരു കാര്യം നീ ചെയ്യണം. ചെയ്യാത്ത ഒരു വിഷയം ഇവിടെ ഇല്ല. അതെയോ? പക്ഷെ അവര് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അവരെല്ലാം ചെയ്തു കഴിഞ്ഞു. അവര് ചെയ്യാത്തത് ഒന്നേ ഒന്നാണ്, അതാണ് വേൾഡ് റെക്കോർഡ്. പ്രശ്നം തീർന്നു. എങ്ങനെ? സോമ, നീ തീർച്ചയായും വേൾഡ് റെക്കോർഡ് ഒന്ന് ചെയ്യണം. എന്ത് ഞാന്? സോമ, നീ ആദ്യം എന്താ ചെയ്യാൻ പോണെന്ന് തീരുമാനിക്കണം. ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് സ്പോർട്സേ വരില്ല. എനിക്കും ആ കാര്യം അറിയാം. കളിക്കും, പക്ഷെ അത് സ്കൂളിലാണ്. മറ്റവർക്ക് ഇഷ്ടപ്പെടില്ല. നിനക്കെപ്പോഴാണോ അറിയണേ? ഞാൻ വിചാരിച്ചത് നീ എനിക്ക് സഹായിക്കുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് കള്ളം പറയണത് ഇഷ്ടമല്ല സോമ. നിന്നെ കൊണ്ട് എന്ത് കഴിയുവോ അത് ചെയ്താലേ വേൾഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. അത് എന്താന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്താ? ഊഞ്ഞലോ? സോമ, നീ പ്ലേ ഗ്രൗണ്ടിൽ സന്തോഷമായിട്ട് കളിക്കുന്ന കാര്യം ഇത് ഒന്നേ ഉള്ളൂ. ഇത് വെച്ച് നീ വേൾഡ് റെക്കോർഡ് ചെയ്യാമല്ലോ. ശ്രമിച്ചു നോക്ക്. എനിക്ക് ഊഞ്ഞൽ കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ വേൾഡ് റെക്കോർഡ് എന്നാൽ എനിക്കിത് നേരത്തെ തന്നെ അറിയാം. അത് കാരണമാണ് ഈ ഊഞ്ഞാലിനെ എന്റെ മിഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. നീ റെഡിയാണോ? റെഡി. കളിക്കാൻ തുടങ്ങ്. അതായത് 10,123. നിനക്ക് പ്രശ്നമില്ലല്ലോ. നീ വിഷമിക്കണ്ട, ഞാൻ ഊഞ്ഞാലിന്റെ സ്പീഡ് കുറച്ച് വെക്കാം. അത് മതി. ദൈവമേ, ഇത് എന്ത് പറ്റി? പട്ടം മാറിപ്പോയോ? സോമ, നിനക്കൊന്നും പറ്റില്ലല്ലോ. കണ്ട എങ്ങനെയുള്ളത്? കുറച്ച് നനഞ്ഞതുപോലെ ഉണ്ട്. സാരമില്ല, നമുക്ക് വേറെ വേൾഡ് റെക്കോർഡ് ചെയ്യാം. എങ്ങനെയോ രക്ഷപ്പെട്ടു. ശരി, പോപ്കോൺ, ചിപ്സ്, ചോക്ലേറ്റ് ഇതൊക്കെ കഴിച്ചോണ്ട് തന്നെ നമ്മൾ ടിവി കാണാൻ പോകുന്നു. നമ്മൾ വേൾഡ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു വേൾഡ് റെക്കോർഡ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. കുറെ നേരം വീഡിയോ കണ്ട ആൾ ഞാനാണ്. അതെ, നമ്മളിപ്പോഴെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നിർത്താതെ 60 മണിക്കൂർ ഒന്നിച്ചിരുന്ന് ടിവി കാണണം. Easy. എന്തു പറഞ്ഞ്? എന്താ പറഞ്ഞത്? 60 മണിക്കൂർ ടി വി കാണണം. അതെ. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. എന്ത്? പക്ഷേ അമ്മേ, തീർച്ചയായും ഞങ്ങളെ കൊണ്ട് അത് സാധിക്കും. ഞങ്ങൾ വേൾഡ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. നിനക്ക് ചരിത്രത്തിൽ പേര് വരണം, അതൊക്കെ പുറത്തങ്ങ് പോയി ഉണ്ടാക്കിയാ മതി. പുറത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? നീ പുറത്തു പോയി എന്ത് വേണമെങ്കിലും ചെയ്തോ. സോമന് വേൾഡ് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വേൾഡ് റെക്കോർഡ് ചെയ്യുന്നത് ഇത്ര പ്രശ്നമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. നിനക്ക് തീർച്ചയായും ഇതൊരു ചാൻസ് ആയിരിക്കും സോമ. നമ്മൾ ഒരു ഭയങ്കരമായ കാര്യം ചെയ്യാം. തീർച്ചയായും. കുറെ നേരം
മരത്തിലിരുന്ന മനുഷ്യൻ. നമ്മളിങ്ങനെ വീട്ടിന്റെ അകത്ത് കൂടെ ഇരിക്കാലോ. ഓ, ഇത് വളരെ സന്തോഷമാണ്. പക്ഷേ റെക്കോർഡ് കണ്ടിനോ 550 days. സോമ, നീ എങ്ങനെയാണ് 550 ദിവസം ഈ മരത്തിന്റെ മേലെ ഇരിക്കുക? അത് നിനക്ക് എങ്ങനെ സാധിക്കും? അല്ല അച്ഛാ, അച്ഛൻ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരില്ലേ? പറ്റൂല. അപ്പൊ നിന്റെ സ്കൂളോ? ഞങ്ങൾ വേൾഡ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നോട്ട്സ് ഒക്കെ എഴുതിക്കോളാം. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ പറ്റിയത്? ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു, വേൾഡ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. ആരും അത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത് ശരിക്കും ഒരു വലിയ ധൈര്യമായ ഒരു കാര്യമാണ്. കൊറേ പ്രാവശ്യം അവൻ ഇതിൽ ചാടി ചാടി വേൾഡ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. എനിക്കൊന്നും ആകൂലല്ലോ. തീർച്ചയായും ഇല്ല. അതിനു വേണ്ടിട്ടല്ലേ നിനക്ക് ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത്. അത് കാരണം നിനക്ക് ഒന്നും പറ്റില്ല. ധൈര്യത്തോടെ നീ ചാടാം. അല്ല, ഞാൻ എത്ര പ്രാവശ്യം ചാടേണ്ടത്? 111 പ്രാവശ്യം. വെറുതെ നീ സംസാരിച്ചോണ്ടിരിക്കണ്ട. വേഗം ചാട്. വേഗം സോമ. 1 2 3. ജെല്ലിക്ക് 3 തെക്ക് കൂടി പോയോ? ഞാൻ ആദ്യം ഈ ജെല്ലി ശരിയാക്കാം, പിന്നീട് നമുക്ക് ചാടാം. എന്നെ സോമ, വെച്ച് നീ എന്താ കാമഡിയാ ചെയ്യുന്നത്? ആ, നീ എന്താ പറയണത്? എനിക്ക് കുറെ അടി വാങ്ങാൻ പറ്റില്ല. നമ്മൾ തോൽക്കരുത് സോമ. തീർച്ചയായും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടും. ശരീരം വേദനയ്ക്കാതെ ഇരിക്കണം, അങ്ങനെ നീണ്ടോ? നീ ഇനിയും 10 അടി കൂടുതലുള്ള പൊക്കത്തുനിന്ന് ചാടിയിരുന്നെങ്കിൽ തീർച്ചയായും നീ വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ട്രേസി, പ്ലീസ്, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഒന്നും വേണ്ട. ശരി, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ട്രേസി, നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിക്കാമല്ലേ? അപ്പോഴല്ലേ നമുക്ക് അടി വീഴാണ്ടിരിക്കും. അതെ, നീ പറഞ്ഞത് നല്ല ഐഡിയ ആണ് സോമ. നിൽക്ക്, ഈ ബുക്കിൽ തന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കട്ടെ. ഇല്ല. അതെ, ഇല്ല. ഇതോ? ഇല്ല. ഇത്? ഇല്ല. ഹേയ്! വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നല്ല ഐഡിയ ഇതാണ്. തീർച്ചയായും നമുക്ക് വേൾഡ് റെക്കോർഡ് ചെയ്യാം. നിനക്കിത് ഓക്കെ ആണോ സോമ? എനിക്ക് ഓക്കേ ട്രേസി. അപ്പൊ നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. സോമൻ തീർച്ചയായിട്ടും നന്നായിട്ട് ഈ വേൾഡ് റെക്കോർഡ് ചെയ്യും. എല്ലാവരും അവനെ അഭിനന്ദിക്കും. നമ്മൾ ഇപ്പോൾ വേൾഡ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു സോമ. നീ തയ്യാറായതും പറയൂ. നമ്മുടെ പുതിയ കണ്ടുപിടുത്തം തീർച്ചയായും നമ്മളെ കൈവിടില്ല. ഓക്കേ ട്രേസി, നമുക്ക് തുടങ്ങാം. ഞാൻ ഇനിയും സ്പീഡായിട്ട് പോകാൻ പോകുന്നു സോമ. വേണ്ട ട്രേസി, സ്പീഡിൽ കേച്ചണ്ട, അത് ഡേഞ്ചർ ആണ്. വളരെ ജോളിയായിട്ട് സോമ. എന്നെ കൊണ്ട് ഇത് സ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. നിൽക്ക, ഞാൻ എന്തെങ്കിലും പറ്റുന്നുണ്ടോ നോക്കട്ടെ. സോമ, ഇത് നമ്മുടെ കൺട്രോൾ വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ ചെയ്യാ? സോമ, നമ്മള് രണ്ടുപേരും ഭൂമിയിൽ വീഴാൻ പോണെന്ന് തോന്നുന്നു. നമ്മളുടെ കഥ അത്രയാണ്. നിൽക്ക്, ഞാൻ ഈ സ്പെഷ്യൽ ബ്രേക്ക് ഇട്ട് നോക്കട്ടെ. സോമ, ഞാനൊരു പാരഷൂട്ട് ബ്രേക്ക് ചെയ്യാൻ പോണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതെ അതെ അത് നമുക്ക് സഹായിട്ടുണ്ടോ എന്ന് പറഞ്ഞതോ ഓർമ്മയുണ്ടോ? അതെ രക്ഷപ്പെട്ടു. അതെ അതെ. ആ വേൾഡ് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഈ ഭൂമി തന്നെ ചുറ്റണം. മാനത്തിൽ പറക്കരുത്. പിന്നെ സ്പീഡായിട്ട് ബൈക്ക് ഓടിക്കുന്നത്, സൈക്കിൾ ഓടിക്കുന്നത്, ഇതൊക്കെ എല്ലാവരും ചെയ്തു. എല്ലാത്തിനുമാണോ? അതല്ലേ പറഞ്ഞത്, എല്ലാത്തിനും വേൾഡ് റെക്കോർഡ് ഉണ്ട്. ട്രേസി, നമ്മൾ വേണമെങ്കിൽ ഇതിനെ വിട്ടളയാം. എനിക്ക് ഒന്നും പറ്റില്ല ട്രേസി. ആ, അങ്ങനെ വിചാരിക്കരുത് സോമ. നീയും നിന്റെ സഹോദരന്മാരെ പോലെ വളരെ സ്പെഷ്യലാ. തീർച്ചയായിട്ടില്ല. അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. സോമ, നിന്നെ ചുറ്റി നീ ഒന്ന് നോക്കിക്കേ. നീ ഈ തവളയൊക്കെ വളർത്തുന്നില്ലേ? ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, പക്ഷേ ഇതൊന്നും സ്പെഷ്യൽ ആയല്ലോ. ഇതെല്ലാരും ചെയ്യുന്നതാണ്. പക്ഷേ നിന്നെ പോലെ ആരും ചെയ്തിട്ടില്ലല്ലോ. തവളകൾ. ഇതാ ഉണ്ട്. സോമ, തവള വളർത്തുന്നതില് വേൾഡ് റെക്കോർഡ് ചെയ്താൽ എന്താ? ഓ, ചെയ്യാലോ. അതിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും എന്റെ അടുത്തുണ്ട്. എത്ര തവള ഞാൻ എടുത്ത്, എത്രയൊക്കെ വളർത്ത്, അതിനൊക്കെ എവിടെ പോയി കൊണ്ടുവച്ച്. ശരി, പെട്ടെന്ന് ഇത് പ്രിന്റ് ഔട്ട് ആയിട്ട് പുറത്തേക്ക് എടുക്ക്. എന്തിന്? പറയണതനുസരിക്ക്. ആ, ശരി. വേഗം പുറത്തേക്ക് വാ. എന്റെ സോമ, നീ ശരിക്കും ഒരു ജീനിയസാ. ഞാൻ സോമന് ജീനിയസ് എന്ന് പറഞ്ഞത് പിന്നീടാണ് അത് സത്യമാണെന്ന് അവൻ മനസ്സിലാക്കിയത്. ഞാൻ സോമൻ ചെയ്ത എല്ലാ കാര്യത്തിന്റെ ഡീറ്റെയിൽസും ഗിന്നസ് റെക്കോർഡിന് അയച്ചിരുന്നു. ട്രേസി, സ്നേഹം നിറഞ്ഞ സോമന് ഒരു സന്തോഷമായ കാര്യം അറിയിക്കുന്നു. നിങ്ങൾ വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിലും ചെറിയ ചെറിയ തവളകളെ വളർത്ത് അതിനെ വീണ്ടും വെള്ളത്തിൽ വിട്ടതിൽ നിങ്ങളാണ് വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്.
അവസാനമായി സോമൻ അവന്റെ സഹോദരന്മാരെക്കാളിലും വലിയ പണി ചെയ്തു കഴിഞ്ഞു. എന്റെ മിടുക്കി കുട്ടി സോമന് എന്റെ അഭിനന്ദനങ്ങൾ. നിന്നെ പറ്റി വിചാരിച്ചാൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കണ്ടില്ലേ സോമ, ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് തീർച്ചയായും സാധിക്കും. അത് മാത്രല്ല വേൾഡ് റെക്കോർഡാണ്. സോമന് അത് വലിയ കാര്യമായിരുന്നു. പക്ഷെ സോമൻ അവന്റെ സഹോദരന്മാരെ കളിയാക്കില്ല. അവസാനം എന്ത് സംഭവിച്ചു? അവന്റെ സഹോദരന്മാർ അവനെ അഭിനന്ദിച്ചു. പക്ഷെ എന്നെക്കാളിലും കൂടുതലായിട്ട് ആർക്കും സന്തോഷമുണ്ടാവില്ല.